സോ ഈ വാച്ച് അവറിൽ വേറൊരു സെഗ്മെൻറ്റ് കൂടിയുണ്ട്. വാട്ട് വി ആർ പ്ലാനിങ് ടു ഡു ഇസ് ഇതുപോലെ പാഷനറ്റ് ആയിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ വെച്ച് നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ചേർന്ന് ചെയ്ത സ്മോൾ ലിറ്റിൽ ഫിലിംസ് ദാറ്റ് യു ഹാവ് ഡൺ, നിങ്ങൾ വളരെ പാഷനറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഒരു പീസ് ഓഫ് ആർട്ട് ഉണ്ടെങ്കിൽ വി വോണ്ട് ടു ഗിവ് ദിസ് പ്ലാറ്റ്ഫോം ടു യു. ആസ് ഇൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ സെൻഡ് ഇറ്റ് അക്രോസ് ടു അസ് ആൻഡ് വി വിൽ ബി ഷോക്കേസിങ് ഇറ്റ് ഇൻ ആർ 48 Frames ചാനൽ. സോ വി വിൽ ബി ഗിവിങ് ദ ഡീറ്റെയിൽസ് ബിലോ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. സോ നിങ്ങളൊരു ആർട്ടിസ്റ്റിക് പേഴ്സൺ ആണ്, നിങ്ങളൊരു മൂവി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരുപാട് പാഷനറ്റ് ആയിട്ട് ചെയ്ത ഒരു ആർട്ടിസ്റ്റിക് പീസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾക്കത് അയക്കുക. വി വിൽ ബി ഷോക്കേസിങ് ഇറ്റ് ഇൻ അവർ ചാനൽ. അതല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ടീം ഓഫ് പാഷനറ്റ് സ്റ്റോറി ടെല്ലേഴ്സ് ആണെന്ന് പറയാം. സോ നമ്മുടെ ഒരു പീസ് ഓഫ് ആർട്ട് ഇതിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ഹാവ് എ ലുക്ക് അറ്റ് അവർ വർക്ക് ആസ് ഇൻ നമ്മുടെ ഒരു പീസ് ഓഫ് എ ഹാർട്ട്, ഒരു ആർട്ട് ഇസ് ദെയർ ഇൻ ആ ചാനൽ. സോ നിങ്ങൾക്കത് കണ്ടു നോക്കാം. നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായവും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയാക്കുന്നതാണ്. സോ ഐ വിൽ ബി പുട്ടിങ് ദി ലിങ്ക് ഓഫ് അവർ മൂവി ബിലോ. സോ അതും കൂടി വാച്ച് ചെയ്യണം, എന്നിട്ട് നമ്മളോട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. ഹായ്, ഹലോ, നമസ്തേ, വെൽക്കം ടു 48 Frames മലയാളം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ലവ്, പൊസസീവ്നെസ് ആൻഡ് ക്രൈമിനെ കുറിച്ചാണ്. ഇപ്പം ഈ കറണ്ട് സിറ്റുവേഷനിൽ ഇതിനെക്കുറിച്ചാണല്ലോ എല്ലാവരും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു റീസെൻറ്റ് നടന്ന ഒരു കാര്യത്തിനെ വെച്ചിട്ടാണ് എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് സംസാരിക്കാനുള്ളത് ഇത് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. ആസ് ഇൻ ഒരു റിജക്ഷനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാണ്ട് ഒരുപാട് കാര്യങ്ങൾ യങ് കപ്പിൾസ് ചെയ്യുന്നുണ്ട്. അത് സൂയിസൈഡ് ആയിക്കോട്ടെ, മർഡർ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ആസിഡ് അറ്റാക്ക് ആയിക്കോട്ടെ, പല 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 നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതുപോലെ ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ മാത്രമാണ്. ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആസ് എ ഫ്രണ്ട്, ആസ് എ ഫാമിലി മെമ്പർ, ഇല്ലെങ്കിൽ ആസ് എ സൊസൈറ്റി മെമ്പർ പോലും നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാറില്ല. അതിൻ്റെ ഒരു ലവ് എന്ന് പറയുന്ന കാര്യമേ ഇതുവരെയ്ക്കും ഒരു കുട്ടിയായിട്ട് ഡിസ്കസ് ചെയ്യാൻ പേരൻസ് കംഫർട്ടബിൾ ആയിട്ടില്ല. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ചെക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇരുന്ന് ഹൂ ഈസ് റോങ് എന്നുള്ളത് ബ്ലെയിം ചെയ്യാനും അവർ ചെയ്തത് ശരിയല്ല, ഇവൻ ചെയ്തത് ശരിയാണ്, അവളാണ് ഇവളാണെന്നൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ബട്ട് ഇനി ഇത് ഫ്യൂച്ചറിൽ നടക്കാണ്ടിരിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ആസ് എ റെസ്പോൺസിബിൾ ഫാമിലി പേഴ്സൺ, ആസ് എ റെസ്പോൺസിബിൾ ഫ്രണ്ട്, ആസ് എ സൊസൈറ്റി മെമ്പർ എന്തൊക്കെ നമുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ തെറ്റുകൾ മുന്നേ ചെയ്തിട്ടുള്ളത്, അതിനി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു റിലേഷൻഷിപ്പ് കോച്ചും കൂടിയാണ്. സോ ഒരുപാട് ഈ ബ്രേക്കപ്പ് സ്റ്റോറീസും ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും പ്രോബ്ലംസ് ഒക്കെ ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഗൈഡ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. സോ ഇതിനെക്കുറിച്ച് എനിക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ മെയിൻലി ഞാൻ പറയാണ്, ഈ ലവ് എന്ന് പറഞ്ഞ ഒരു ഫാൻസി കോൺസെപ്റ്റ് അത് എത്രത്തോളം ഫാൻസി ആണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഫാമിലി സിസ്റ്റം നമ്മുടെ ഫാമിലീൻ്റെ അകത്തുണ്ടോ? എത്ര അമ്മമാർ ഒരു 13-year-old 14-year-old, ഇപ്പം 12-year-olds വരെ എന്നെ വിളിക്കുന്നുണ്ട് ഹെൽപ്പ് വേണം പറഞ്ഞിട്ട്. ഫ്രം 12, 13, 14, 15, 16 ഇയേഴ്സിലെങ്കിലും വെൻ ദേ ഗോ ടു 11th and 12th സ്റ്റാൻഡേർഡിലെങ്കിലും പേരൻസ് ഇരുന്ന് സംസാരിക്കാറുണ്ടോ? ഒരു റിലേഷൻഷിപ്പ്, ഒരു റൊമാൻസ്, ഒരു എന്തൊക്കെയാണ് ഹാംഫുൾ, എന്തൊക്കെ ഹാംഫുൾ അല്ല, വാട്ട് ഈസ് ഗുഡ്, വാട്ട് ഈസ് ബാഡ് എന്ന് ആസ് എ ഫാമിലി നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ടോ? അതല്ലേ നമ്മൾ ആസ് എ ഫാമിലി നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊരു കുട്ടീനെ വളർത്തിക്കൊണ്ട് വരുമ്പം ഒരുപാട് ആസ്പെക്ട്സ്, ഓരോ ഏരിയാസും നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അവർ എത്രത്തോളം അത് എടുക്കുന്നു, അപ്ലൈ ചെയ്യുന്നു, കംസ് ലേറ്റർ ഓൺ. പക്ഷേ ആസ് എ ഫാമിലി നോക്കൂ, എനിക്ക് ഇപ്പം 12 years 13 years ആയി, യു വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് അട്രാക്റ്റഡ്, യു വിൽ സ്റ്റാർട്ട് ഫീലിംഗ് ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ ഇസ് ബ്യൂട്ടിഫുൾ, ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ ഇസ് ഫാന്റാസ്റ്റിക്, ഐ വാണ്ട് ടു സ്പെൻഡ് ടൈം, അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യണം, ഫസ്റ്റ് എനിക്ക് ഫ്രണ്ട് ആവണം തോന്നും. ഇതുപോലത്തെ ഫീലിങ്സ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. എന്തൊക്കെ നിനക്ക് അലൗ ചെയ്യാം, എന്തൊക്കെ നീ അലൗ ചെയ്യാൻ പാടില്ല എന്ന് കുട്ടികളോട് സംസാരിക്കുന്ന ഒരു ഫാമിലി കൾച്ചർ നമ്മുടെ ഇതിലില്ല. അപ്പോൾ വൈ ഇസ് ദാറ്റ് റിജക്ഷൻ
ഈസ് അത്ര വലിയ സംഭവമായിട്ട് ഈ ലവ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത്. ഞാനൊരു ജെൻഡർ സ്പെസിഫിക് ആയിട്ട് ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് സംസാരിക്കുകയോ ഇല്ലെങ്കിൽ ഒരു ഷോവനിസ്റ്റിൻ്റെ ആംഗിളിലൊന്നും സംസാരിക്കാനില്ല, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനില്ല, അറ്റ് എ ഹ്യൂമനിസ്റ്റിക് വേ, ലൈക്ക് ഹ്യൂമൻസ് വെൻ വി തിങ്ക്, ഒരു പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ, നമ്മൾ അവരെ ഒരു ഡൗൺഫോളിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കാറില്ല. ഇപ്പോൾ ഒരു ഗെയിമാണ്, ഒരു ക്യാരം കളിക്കുകയാണോ അല്ലെങ്കിൽ ഒരു ലൂഡോ കളിക്കുകയാണോ, എപ്പോൾ നോക്കിയാലും അവർ വിൻ ചെയ്യുമ്പോഴേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുള്ളൂ. ഫർഗെറ്റ് അബൌട്ട് കുട്ടികളുടെ കാര്യം. ഇപ്പം നമ്മൾ റീസെൻറ്റ് ടോക്കിയോൻ്റെ ഒളിമ്പിക്സിൻ്റെ തന്നെ എടുക്കാം. നമ്മൾ ഫെയിൽ ചെയ്തവരെ ടു കം അപ്പ് അഗെയിൻ എത്ര ആൾക്കാർ ഒരു ട്വീറ്റോ ഒരു പോസ്റ്റോ ഇടുന്നുണ്ട്? ഒരുപാട് കുറവാണ്, ആരും ചെയ്യാറില്ല. സോ വെൻ യു ഫെയിൽ എന്താണ് ചെയ്യേണ്ടത്? കുട്ടികളെ ഫെയിൽ ചെയ്യാൻ ചാൻസസ് ഉണ്ട്, നിങ്ങൾക്ക് റിജക്ഷൻ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ആ സമയത്ത് എന്താണ് ഫേസ് ചെയ്യേണ്ടത്? ഹൗ ഡു വി ഫേസ് ഇറ്റ്? അതിനുള്ള ഒരു സ്പേസേ കൊടുക്കാറില്ല. ഓൾ ദ പേരൻസ്, മോസ്റ്റ് ഓഫ് ദം, അവർക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിലിരിക്കും. എൻ്റെ മകൻ ഫസ്റ്റ് വന്നു എന്നും പറയാനേ ആഗ്രഹമുള്ളൂ, അവൻ ഫെയിൽ ചെയ്തിട്ട് ഇത്രത്തോളം വന്നു എന്നുള്ള കാര്യം പറയാറില്ല. അതുകൊണ്ടാണ് വർഷങ്ങൾ, ഐ തിങ്ക് 2 years ബാക്ക് ഒരു അമ്മ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഐ എം വെരി ഹാപ്പി അബൌട്ട് മൈ സൺ സ്കോറിങ് 60% മാർക്ക്. ആ ട്വീറ്റ് വൈറലായി. എന്തുകൊണ്ടാണ് വൈറലായത്? ദാറ്റ് മദർ, എവ്രി വൺ സെഡ്, അവരൊരു ഗട്ട്സ് കണ്ടോ, 60% അവർ വലിയൊരു സംഭവമായിട്ട് അവർ ഷെയർ ചെയ്തിരിക്കുന്നത്. ഐ അപ്രിഷിയേറ്റ് ദാറ്റ് മദർ. നോക്ക്, നമ്മൾ എല്ലാം ബെസ്റ്റായിട്ട് നമ്മുടെ കുട്ടി തന്നെ വേണം. യു വിൽ ഓൾവേസ് വിൻ, യു ആർ ഓൾവേസ് എ വിന്നർ. ഇപ്പം നമ്മൾ ഹാൻഡ് ഫൈറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, ആ ഹാൻഡ് ഫൈറ്റ് ഒരു ചെറിയ കുട്ടിയോ അച്ഛനും ചെയ്യുകയാണെങ്കിൽ എന്താണ് പൊതുവെ ചെയ്യാറ്? അച്ഛൻ അങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുക, അല്ല വിട്ടുകൊടുക്കുക ചെയ്യുന്നത്? അവർ വിട്ടുകൊടുക്കുക ചെയ്യുന്നത്. ബിക്കോസ് കുട്ടി ജയിക്കണമല്ലോ, അവന് ജയിക്കാൻ മാത്രമേ നമ്മൾ പഠിപ്പിക്കാറുള്ളൂ. നമ്മൾ അവനെ തോൽക്കാൻ വേണ്ടി തോറ്റാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാറില്ല. ദിസ് ഈസ് എക്സാക്ട്ലി ദ പോയിന്റ്. ദിസ് ഈസ് എക്സാക്ട്ലി വെയർ ഒരാൾ നമ്മൾ വേണ്ട, നോ എന്ന് പറയുമ്പോൾ അതിന് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ദിസ് ഇസ് വെയർ ദ കൺഫ്യൂഷൻ ഗ്രോസ് വിതിൻ ഈച്ച് പേഴ്സൺ. അതൊരു മാരേജ് കഴിഞ്ഞിട്ടുള്ള ഒരു ഡിവോഴ്സ് ആയിക്കോട്ടെ, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ. ദർ ആർ സോ മെനി തിങ്സ് ഹാപ്പനിങ് ഈവൻ വിതിൻ ഫ്രണ്ട്ഷിപ്പ്, നോ എന്ന് പറഞ്ഞാൽ. സോ ഹൗ വി ക്യാൻ മേക്ക് ദം capable of facing failure, facing rejection. ഇതിനെ നമ്മൾ we should start making them understand, preparing them for failure, preparing them for rejection. So ഞാൻ പറയുന്നത്, ആസ് എ ഫാമിലി, ആസ് എ ഫ്രണ്ട്, നമ്മുടെ ഭാഗത്തുനിന്നും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടാവും. ബട്ട് നമ്മൾ ആസ് എ സൊസൈറ്റി മെമ്പർ, ആസ് എ ഫ്രണ്ട്, ആസ് എ ഫാമിലി മെമ്പർ, നമ്മളും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ടു ദ ഫ്രണ്ട്ഷിപ്പ് സൈഡ് ഓഫ് ഇറ്റ്. നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് എഫിലിയേറ്റ് ചെയ്യേണ്ട ഒരു സെൻസ് ഓഫ് എഫിലിയേഷൻ എല്ലാവർക്കും ഉള്ളതാണ്. എനിക്ക് ആ ഗ്രൂപ്പ് പോകണം, എനിക്ക് ആ ഗ്രൂപ്പിലത്തെ ഫ്രണ്ട് ആവണം, ആ ഗ്യാങ്ങിലത്തെ ഒരു മെമ്പർ ആവണം എന്നൊക്കെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും ആഗ്രഹം. ഐ വോണ്ട് ടു ബി ഇൻ ദാറ്റ് ഫ്രണ്ട്സ് ഗ്രൂപ്പ്. ഇതൊക്കെ കോമൺ ആണല്ലോ, ഇപ്പോഴും പണ്ടും ഇപ്പോഴും എല്ലാം കോമൺ ആണ്. നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ കൂടെ ചേരണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവാം. ആ ഗ്രൂപ്പിൻ്റെ അകത്തിരിക്കുമ്പം ഇഫ് ദർ ഈസ് എ ലവ് റിലേഷൻഷിപ്പ്, അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് കളിയാക്കുക. പിന്നെ ഒരു പ്രാവശ്യം ഇഫ് ദാറ്റ് റിലേഷൻഷിപ്പ് ബ്രേക്സ് ഇൻ എ നൈസ് വേ, എന്തെങ്കിലും കാരണം കൊണ്ടോ അത് ബ്രേക്ക് ആയെന്ന് വിചാരിക്കാം, അതിനെ കളിയാക്കാൻ 10 ഫ്രണ്ട്സ് ആണെങ്കിൽ 10 ആൾക്കാരും കളിയാക്കാനേ നോക്കൂ. അത് പ്രശ്നമില്ല, ഇറ്റ് ഈസ് ഫൈൻ. ഷീ ഹാസ് സെഡ് നോ, ഹി ഹാസ് സെഡ് നോ, ലെറ്റ്സ് ഗോ അഹെഡ് എന്ന് പറയുന്ന ഒരാളും കാണില്ല. വെരി വെരി ഫ്യൂ പീപ്പിൾ ആണ് ഇതിലൊക്കെ. ഞാൻ ഒരാളും കാണില്ല പറഞ്ഞാൽ ആരും കാണില്ല എന്നല്ല, ഇറ്റ്സ് നെഗ്ലിജിബിൾ, അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് ഐ എം സേയിങ് ഈസ്, ആസ് ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ കളിയാക്കിയിട്ടുണ്ടാവുമല്ലോ വെൻ ദർ വാസ് എ ബ്രേക്കപ്പ്. ആൻഡ് സെക്കൻഡ് ടൈം കൂടി ബ്രേക്കപ്പ് ആയെന്ന് പിന്നെ പറയേ വേണ്ട. വി ഹാവ് നെയിംസ് ഫോർ ദം. അതിനൊക്കെ പേരുകളും നിക് നെയിംസും എല്ലാം ഇടും. ഇതിൻ്റെ ഒരു ഇമോഷണൽ ആസ്പെക്റ്റ് ആരും മനസ്സിലാക്കുന്നില്ല. നമ്മൾ പറയും മൂവീസ് കണ്ടിട്ട് കുട്ടികൾ പഠിക്കുന്നു, ഇല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജോഗ്രാഫിക്കൽ ഏരിയയിൽ നിന്ന് അവർ പഠിക്കുന്നു. അവരെയും ഇവരെയും ബ്ലെയിം ചെയ്യാണ്ട് നമ്മൾ എന്താണ് അവരെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ഒരാളും സംസാരിക്കുന്നില്ല. സോ ദാറ്റ് ഈസ് വൈ ഐ വാസ് തിങ്കിങ്, ഈ ഒരു ഇൻസ്റ്റൻസസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ. ലെറ്റ് ഇറ്റ് ബി സൂയിസൈഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മർഡർ ആയിക്കോട്ടെ, വിച്ച് ഇസ് റിലേറ്റഡ് ടു ലവ്.
റിയലി മേക്സ് us think, റൈറ്റ്? ഇതിന് നമ്മുടെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടോ, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, നമ്മളെല്ലാവരും ചിന്തിക്കും ഫോർ എ മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് വന്ന കുറച്ച് പോയിന്റ്സ് ആണിത്. അതല്ലാണ്ട് ഈ ഗ്ലോറിഫിക്കേഷൻ ഓഫ് പൊസസീവ്നെസ്, അത് ഇറ്റ്സ് വെരി 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 ഡേഞ്ചറസ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വേറെ വീഡിയോസ് ഉണ്ടല്ലോ, ഹൗ ടു ഓവർകം എ ബ്രേക്കപ്പ് ആൻഡ് തിങ്സ് യു ഷുഡ് നോട്ട് ടെൽ വെൻ സമ്മൺ ഈസ് ഗോയിങ് ത്രൂ എ ബ്രേക്കപ്പ്. അതിൻ്റെ ലിങ്ക്സ് ഞാൻ താഴെ ഇടാം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. സോ വാട്ട് ഐ എം സീയിങ് ഇസ്, നമ്മൾ ലവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യാൻ ആർക്കും അറിയില്ല. അറിയാത്തത് കൊണ്ട് ആ ബാസ്ക്കറ്റിൻ്റെ അകത്ത് നമ്മൾക്ക് നിറയെ കാര്യങ്ങൾ അങ്ങോട്ട് ഇടും. അതിലത്തെ ഒരു മെയിൻ എന്താ പറയുക, the jewel on the crown, the gem on the crown is possessiveness. Possessiveness കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, possessiveness കൊണ്ടാണ് എന്നോട് ഫോണിൽ സംസാരിക്കാണ്ടിരിക്കാൻ പറയുന്നത്, possessiveness കൊണ്ടാണ് എന്നോട് ഇത് ചെയ്യാണ്ടിരിക്കാൻ പറയുന്നത്. ഒരാളുടെ ഒരു ഐഡൻറ്റിറ്റീനെ ക്രഷ് ചെയ്യാനുള്ള ഒരു ക്രീം കോട്ടഡ് വേർഡാണ് ഈ possessiveness. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. ഗേൾസ് ആൻഡ് ബോയ്സ്, പ്ലീസ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഒരു ലവ് ആണെന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഹാവ് ദ സ്പേസ്. അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കുക, നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്പേസ് കൊടുക്കുക. ആൻഡ് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആയിട്ടുള്ള സ്പേസ് നിങ്ങൾ ഉണ്ടാക്കാം. അല്ലാണ്ട് ഒരാളുടെ ഡ്രീം, ഒരാളുടെ പേരൻസിനോടുള്ള കണക്ടിവിറ്റി, ഒരാളുടെ ഒരു സോഷ്യൽ കണക്ഷൻ, ഇപ്പം ഒരാളുടെ സിസ്റ്ററിനെ കുറിച്ച് പറയുമ്പം ഗേൾ ഫ്രണ്ടിന് ദേഷ്യം വരാം, ഒരാൾ അമ്മയുടെ ഒപ്പം കൂടുതൽ ക്ലോസ് ആയതുകൊണ്ട് ബോയ് ഫ്രണ്ടിന് ദേഷ്യം വരാം. ഇതൊന്നും പൊസസീവ്നെസ് അല്ല. ഇതിനെ നിങ്ങൾ പൊസസീവ്നെസ് എന്ന് കാറ്റഗറൈസ് ചെയ്യാനേ പറ്റൂല. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്പേസ് നിങ്ങൾ ഉണ്ടാക്കണം. യങ് ഗൈസ് and girls falling in love is not wrong. Young or old, നിങ്ങൾ ലവ് ചെയ്യുന്നത് തെറ്റല്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടേതായ സ്പേസ് നിങ്ങൾ ഡെഫിനറ്റ്ലി കൊടുക്കണം. അത് കൊടുത്താലേ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രോഗ്രസ് ചെയ്യുന്നത്? ഓരോ ദിവസം നിങ്ങൾ അവർക്ക് വേണ്ടി സർട്ടൻ ടൈം എടുത്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട്, ചാറ്റ് ചെയ്യാറുണ്ട്, വീഡിയോ കോൾസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ഇല്ലെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് പറഞ്ഞതിന് ശേഷം പിന്നാലെ പോകുന്നത് ഈസ് കംപ്ലീറ്റ്ലി റോങ്. ദർ ഇസ് നോ പോയിന്റ്. നിങ്ങൾ എങ്ങനെയാണോ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അതിനൊരു കൺക്ലൂഷൻ കൂടെ അതേ ഒരു ക്ലാരിറ്റിയോടെ കൊടുക്കാം. ബിക്കോസ് രണ്ടുപേർക്കും അതാണ് ബെറ്റർ. രണ്ടുപേർക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് കഴിഞ്ഞു. ഇല്ലെങ്കിൽ യു വിൽ ക്യാരി ഓൺ വിത്ത് യു. അത് നിങ്ങളുടെ ഒരു ഇമോഷണൽ ഫ്രിക്ഷൻ അങ്ങനെ തന്നെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ വാട്ട് യു നീഡ് ടു ഡു ഇസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാണ്, കുറച്ചും കൂടി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം വെൻ യു ഹാവ് ഡിസിഷൻസ് ലൈക്ക് ദിസ്, അട്രാക്ഷൻ ഒക്കെ നോർമലാണ്, നമ്മൾക്ക് ഇഷ്ടം തോന്നുന്നത് ഈസ് ഫൈൻ. പക്ഷേ അറ്റ് ദാറ്റ് പോയിന്റ് വെൻ യു ഫീൽ ഇത് കറക്റ്റായിട്ട് പോണില്ല എന്ന് തോന്നുമ്പോൾ ഒരു ക്ലാരിറ്റി നിങ്ങൾ കൊടുക്കുക. അതോടെ നിങ്ങളത് you break it off or break off in a nice way. അതിനെ റിവെഞ്ച് ആയിട്ട് എടുക്കാതെ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. നിങ്ങൾക്ക് ഫോഴ്സ്ഫുള്ളി ഒരാളെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നാലും യു ആർ നോട്ട് ഗോയിങ് ടു എൻജോയ് ഇറ്റ്. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കില്ല. സോ ഇതിനൊക്കെ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റിലേഷൻഷിപ്പ്, എന്താണ് നിങ്ങളുടെ പ്ലാൻ, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഡോണ്ട് ടെൽ മീ ലവ് എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലൈൻഡ് ആണ്, ലേറ്റർ ഓൺ ആണ് ഐ ഓപ്പണർ എന്നൊക്കെ പറയുന്ന കാലം കഴിഞ്ഞു. ബിക്കോസ് നൗ യു ഹാവ് so much of time virtually ആയാലും എപ്പോഴും. പണ്ടൊക്കെ അത് എപ്പോഴാണെന്ന് അറിയോ ഈ ലവ് ഇസ് ബ്ലൈൻഡ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇറ്റ് ഇസ് ജനറേഷൻ മച്ച് ബിഫോർ മീ ഓൾസോ, വേർ അവർക്ക് കാണാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമ്പം ഓക്കെ ലവ് ബ്ലൈൻഡ് ആയിരിക്കാം. ഇപ്പം ലവ് ബ്ലൈൻഡ് ഒന്നും അല്ല. ലവ് ഹാസ് ഗോട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഇറ്റ്സ് ഓൺ, കണ്ടീഷൻസ് ഓഫ് ഇറ്റ്സ് ഓൺ, പ്ലാനിങ് ഓഫ് ഇറ്റ്സ് ഓൺ, ഡ്രീമിങ് ഓഫ് ഇറ്റ്സ് ഓൺ. സോ ഡോണ്ട് ഗോ ബൈ ഓൾ ദോസ് തിങ്സ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ എങ്ങനെ എത്രത്തോളം മെച്ചോർഡായിട്ട് കൺസിഡർ ചെയ്യണ്ടോ, എത്രത്തോളം മെച്ചോർഡായിട്ട് ഹാൻഡിൽ ചെയ്യണ്ടോ, ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് കണ്ടിന്യൂയിങ് യുവർ റിലേഷൻഷിപ്പ്. സോ ഞാൻ പറയാണ്, ദർ ആർ ലോട്ട് ഓഫ് കോൺട്രിബ്യൂഷൻസ് ദാറ്റ് ഈസ് ബീയിങ് ഡൺ ബൈ ഓൾ ഓഫ് us. നമ്മളും ഇതിനൊക്കെ ഒരു രീതിയിൽ ഇല്ലെങ്കിൽ വേറൊരു രീതിയിൽ കോൺട്രിബ്യൂട്ടേഴ്സ് ആണ്. I just saw something related to this where എല്ലാവരും ഗേൾസിനെ കുറ്റം പറയുന്ന കാണാം.
ഓൺലൈനിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു, അതെങ്ങനെയാണ് ശരി, ദാറ്റ് യു ക്യാൻ നോട്ട് ബ്ലെയിം അറ്റ് ഓൾ. ഇതിപ്പം ഓൺലൈൻ ടൈമാണ്, ഓൺലൈൻ ബൂം ചെയ്യുന്ന സമയമാണ്, നിങ്ങൾ ഇഷ്ടപ്പെടാൻ ചാൻസസ് കൂടുതലാണ്, നിങ്ങൾ മീറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഇഷ്ടം പോലെ ഉണ്ട്, അത് ത്രൂ ഡേറ്റ് ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബട്ട് എന്തുകൊണ്ട് യു ഫോൾ ഇൻ ടു ദ ഡേഞ്ചർ? ബിക്കോസ് യു ഡോണ്ട് നോ ഹൗ ടു ഫേസ് ഫെയിലിയർ, യു ഡോണ്ട് നോ ഹൗ ടു ഡിസ്കസ് ദിസ് വിത്ത് ഫാമിലി. ഈ സത്യാവസ്ഥകളൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ we all need to know. Is it being done? I am not referring to the case, but I am telling in general. നമ്മൾ ജനറിക് ആയിട്ട് അറിയേണ്ട കാര്യം ഇതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡു നോട്ട് ഗിവ് any platform for possessiveness. ഈ possessiveness is the most dangerous thing that can ever happen to a relationship. ഞാൻ ലാസ്റ്റ് ടൈം പറയുമ്പോൾ ഞാൻ അതിനെ അത്രയും ഹൈലൈറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇഫ് യു സീ ദ ലാസ്റ്റ് വീഡിയോ, ഞാൻ പൊസസീവ്നെസ്സിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഐ എം ടെല്ലിങ് യു, I have been in relationships and I know what toxic relationship is. I know how harmful it can be. I also know how possessiveness is. ഇതൊക്കെ അറിയാവുന്ന കൊണ്ട് ഞാൻ പറയാണ്, do not make the mistake of accepting possessiveness. അത് later on toxic ആയിട്ട് തന്നെ മാറാവുന്നതാണ്. So you should keep this in mind. So what I want to say is, all of us, ഫാമിലി ആയിട്ടിരിക്കുമ്പോൾ കുട്ടികളോട് സംസാരിക്കുക അബൌട്ട് ഓൾ ദീസ് തിങ്സ്, ഹാവ് എൻ ഓപ്പൺ ഡിസ്കഷൻ, ബി ഫ്രണ്ട്ലി. ഒരാൾ ഇട്ടേറ്റ് പോയി എന്ന് പറയുമ്പോൾ, ഫ്രണ്ട്സ്, ഐ റിക്വസ്റ്റ് യു ഓൾ, ഇത് കളിയാക്കേണ്ട ഒരു കാര്യമേ അല്ല. യു ഹാവ് ലോട്ട് ഓഫ് വേർഡ്സ് ദറ്റ് യു യൂസ്, ഷീ ഡിച്ച്ഡ് യു, ഇതുകൊണ്ടാണ് ഡിച്ച് ചെയ്തത്, ഇതുകൊണ്ടാണ് ഡംപ് ചെയ്തത്, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതിനൊന്നും എൻ്റർടൈൻ ചെയ്യാതെ ബി എ സപ്പോർട്ട് ഫോർ ദം. അവർക്ക് നമ്മളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കുക. ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്ന സില്ലി കാര്യം അല്ല. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഫോർ 2 weeks or 1 month, ഒരു ലവ് എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പിൽ ഇഫ് യു ഹാവ് ഗോൺ, നോ മാറ്റർ അത് വെർച്വൽ ആവാം, ലൈവ് ആവാം, കണ്ടിട്ടുണ്ടാവാം, കണ്ടിട്ടേ ഇല്ലാണ്ടിരിക്കാം, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഫോർ എ ഷോർട്ട് പീരിയഡ്, അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പെയിൻ ഈസ് എക്സ്ട്രീംലി പെയിൻഫുൾ. ആ സമയത്ത് നിങ്ങൾ കളിയാക്കിയല്ല വേണ്ട, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ദേ വിൽ ഓവർകം ഇറ്റ്, ദേ വിൽ ഡെഫിനറ്റ്ലി ഓവർകം ഇറ്റ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. സോ ആസ് ഫ്രണ്ട്സ്, പിന്നെ ആസ് സൊസൈറ്റി എനിക്ക് പറയാനുണ്ട്, ഇപ്പം ഇത്രയും ആൾക്കാർ ഇതിനെ ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യത്തിന് ജസ്റ്റിഫൈ ചെയ്യാനും അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടും സംസാരിക്കേണ്ടത്. Lot of stereotypes attached ചെയ്യുന്നുണ്ട്. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. Do you all know the statistics of this? Love crime stands at the 3rd highest reason for murder. Okay, and it is happening all over in India. And check for yourself, നമ്മുടെ സൗത്ത് ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യാം. So ആസ് എ സൊസൈറ്റി, നിങ്ങൾ ഒരു ജോഗ്രഫിയിലെ ആൾക്കാരെ കുറ്റം പറയുക, ഒരു ആണും പെണ്ണും റിലേഷൻഷിപ്പിലുണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് കുറ്റം പറയുക, കാസ്റ്റിനെ കുറിച്ച് പറയാം, അതൊക്കെ ചെയ്യാണ്ട് സംടൈംസ് നമ്മളൊരു ഹെൽത്തി എൻവയറമെൻറ്റ് ഉണ്ടാക്കേണ്ട അത്യാവശ്യമാണ്. ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അത്ര വലിയ തെറ്റോ ഇതുവരെ നടക്കാത്ത കാര്യമൊന്നും അല്ല. സംടൈംസ് വി ഹാവ് ടു കീപ്പ് എ സ്റ്റെപ്പ് ബാക്ക് and be observant. Sometimes we need to go be supportive. അല്ലാണ്ട് ഇതിനെ critically analyze ചെയ്ത് passing all kind of comments about the character of people, about the location of the people, about the traits, ഇതൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ നമ്മുടെ സൊസൈറ്റീനെ ബ്യൂട്ടിഫുൾ ആക്കാം, നമ്മൾ അവർക്ക് വേണ്ടി ഒരു സ്പേസ് ഉണ്ടാക്കാം, അവർ തെറ്റ് ചെയ്യാണ്ടിരിക്കാൻ ഇതുപോലെ ഉള്ള ഒരു റീസണിങ് ഓർ തിങ്കിങ് ഇല്ലാണ്ടിരിക്കുക. ഇവർ ഫെയിലിയറിനെ ഫേസ് ചെയ്യാനുള്ള നമ്മൾക്ക് കേപ്പബിൾ ആക്കാം. അത് നിങ്ങൾ ചോദിക്കും, ഫെയിലിയറിനെ സൊസൈറ്റി എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ സമയത്തും ഫെയിൽ ചെയ്യുമ്പം ഈ പേരൻസിനെ ട്രിഗർ ചെയ്യുന്നത് സൊസൈറ്റിയിലുള്ള ആൾക്കാരാണ്. പേരൻസ് മാത്രം അങ്ങനെ കൺസിഡർ ചെയ്യുന്നതല്ല. വൈ ഡു പേരൻസ് വാണ്ട് ദ ചിൽഡ്രൻ ടു വിൻ? ബിക്കോസ് ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് ലോങ് ഡിസ്റ്റൻസ് ക്ലോസ് കസിൻസ് ആൻഡ് നെയ്ബേഴ്സ് ആൻഡ് ഐ ഡോണ്ട് നോ ഹൂ വന്നിട്ട് ചോദിക്കും, എന്താണ് ഗ്രേറ്റ്, എന്താ പറ്റിയത്, ആ കാസ്റ്റിലത്തെ കുട്ടി അവനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. This is what they do. Society has a huge role. So as members of society, as a family member, as a parent, if you all are parents, you need to prepare your child to see life in a nice way. അവരെ തോൽക്കാൻ പഠിപ്പിക്കുക, തോറ്റ് കഴിഞ്ഞാൽ എങ്ങനെ മുകളിലോട്ട് വരാമെന്നുള്ളത് പഠിപ്പിക്കുക, റിജക്ഷൻ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാമെന്ന് പഠിപ്പിക്കുക, ലവ് ആൻഡ് പൊസസീവ്നെസ് തമ്മിലുള്ള ഡിഫറൻസ് പഠിപ്പിക്കുക. വെൻ ഹാമിങ് ഇസ് നോട്ട് ലവ്, നിന്നെ ഹാം ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് ലവ് അല്ല എന്നുള്ളതും കൂടി പറഞ്ഞു കൊടുക്കുക. ഹാവ് എൻ ഓപ്പൺ കോൺവെർസേഷൻ യാർ. ഇറ്റ് ഇസ് 2021 ആൻഡ് നമ്മളിപ്പോഴും കുട്ടികളോട് ലവിനെ കുറിച്ച് റൊമാൻസിനെ കുറിച്ച് സംസാരിക്കാൻ ഹെസിറ്റൻ്റ് ആണ്. അതല്ലാണ്ട് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് ഇതൊക്കെ
പറ്റി സംസാരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ജസ്റ്റ് ഹോപ്പ് ഇതുപോലത്തെ ഇൻസിഡൻസസ് ഇനി ഫ്യൂച്ചറിൽ നടക്കാണ്ടിരിക്കട്ടെ. ഈ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും റിജക്ഷനെ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. നോക്കുക, ഇപ്പം നമ്മൾ ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ഈവൻ ദോസ് ഹു ആർ മാരീഡ് ഇപ്പോൾ സെപ്പറേഷനിലോട്ട് പോവുകയാണെങ്കിൽ പോലും ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു ബീങ് ഫ്രണ്ട്സ് അഗെയിൻ. അത്രത്തോളം ലൈഫ് ഹസ് ചേഞ്ച്ഡ്. സോ അത്രയും ഓപ്പൺനെസ് നമ്മുടെ കുട്ടികളും നമ്മൾ വളർത്തേണ്ട അത്യാവശ്യമാണ്. ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്. സോ ഐ ഹോപ്പ് നത്തിങ് ലൈക്ക് ദിസ് ഹാപ്പൻസ്. ഐ ഹോപ്പ് തിങ്സ് ഗോ റിയലി ഫൈൻ. ബ്ലെയിം ചെയ്യാണ്ടിരിക്കുക. ഇനി മരിച്ചവർ മരിച്ചു പോയി, ഓക്കെ, ബാക്കിയുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്യാണ്ടിരിക്കുക. ലൈക്ക് അവനിപ്പോൾ ഒരു ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അവർ ആ കണ്ണോടെ നോക്കാണ്ടിരിക്കുക. അവരെയും കൂടി ഇതുപോലത്തെ ഒരു കാര്യം ചെയ്യുന്ന പോലെ ചെയ്യാണ്ടിരിക്കുക. ലെറ്റ്സ് ലീവ് ദാറ്റ് ഇൻ പീസ്. ബട്ട് ലെറ്റ്സ് സീ ദാറ്റ് ഇതുപോലത്തെ തെറ്റുകൾ, ഇതുപോലത്തെ ഒരു ക്രൈം ഇനി നടക്കാണ്ടിരിക്കട്ടെ. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊസൈറ്റിനെ റെഡിയാക്കാം. സോ ദിസ് ഇസ് വാട്ട് ഐ വാണ്ടഡ് ടു സേ. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണം തോന്നി, എസ്പെഷ്യലി ബിക്കോസ് ഐ വർക്ക് ഇൻ ദിസ് ഫീൽഡ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തത്. ഐ ജസ്റ്റ് ഹോപ്പ് ആൻഡ് പ്രേ എല്ലാം നന്നായിട്ട് തന്നെ വരട്ടെ. ലെറ്റ് സൊസൈറ്റി ബി more careful and let there be healthy relationships. That's all. So thank you so much for joining in. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുമെങ്കിൽ ഷെയർ ചെയ്യാം, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഇഫ് യു വാണ്ട് മൈ കൺസൾട്ടേഷൻ, ഐ വിൽ പുട്ട് മൈ ലിങ്ക് ബിലോ. നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ joining in. You have a wonderful day.